ഗസക്കാർക്കെതിരെ സാധാരണ നമ്മുടെ നാട്ടിലെ ചില പുരോഗമനവാദികൾ ഉന്നയിക്കുന്ന അവർ ചുണ്ടങ്ങാൻ കൊടുത്തിട്ട് വഴുതനങ്ങാൻ മേടിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇവന്മാർ അങ്ങോട്ട് ആക്രമിക്കുമെന്നാണ് പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ നോക്കൂ, വെസ്റ്റ് ബാങ്കിൽ 2025 മാത്രം 200 ചില്ലാൻ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് 2025. അതിൽ 55 പേര് കുഞ്ഞുങ്ങളാണ്. അവർ എവിടെയും ചുണ്ടങ്ങ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് തോന്നുമ്പോഴൊക്കെ ഈ ഫലസ്തീനി നഗരങ്ങളിൽ കടന്നു കയറുക, അവിടുന്ന് ആളുകൾ പിടിച്ചുകൊണ്ടുപോയി. 700 ആളുകളാണ് 2025 മാത്രം വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലി ജയിലുകളായത്, ഇസ്രായേൽ തടവിലാക്കിയത്. 2026 നോക്കൂ, ജനുവരി ഫെബ്രുവരി 1.5 മാസമായിട്ടേ ഉള്ളൂ. 2026 വെസ്റ്റ് ബാങ്കിൽ 9 ഫലസ്തീനികൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് സാങ്കേതികമായി പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള പ്രദേശമാണെങ്കിലും ഇസ്രായേൽ തോന്നുമ്പോഴൊക്കെ അവിടെ കടന്നു ചെല്ലുക, ആളുകളെ കൊല്ലുക, പിടിച്ചുകൊണ്ട് പോവുക, ഭൂമി പിടിച്ചെടുക്കുക. അവിടെ നോക്കൂ, 7 ലക്ഷം ഇസ്രായേലികൾ ഇല്ലീഗൽ സെറ്റിൽമെൻറ്റുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചില പ്രദേശങ്ങൾ ഡിസൈനേറ്റ് ചെയ്യുന്നു, വളച്ചു കെട്ടുന്നു, അവിടെ അവരുടെ സെറ്റിൽമെൻറ്റായി പ്രഖ്യാപിക്കുന്നു. അവിടെ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ കൊണ്ടുവന്ന് വെക്കുന്നു, വലിയ ഹൗസിംഗ് കോളനികൾ സ്ഥാപിക്കുന്നു, അവിടെ ഡെഡിക്കേറ്റഡ് റോഡുകൾ പണിയുന്നു. ഈ ഡെഡിക്കേറ്റഡ് റോഡുകൾ പോകുന്ന വഴിയിലൂടെ പലസ്തീനുകൾക്ക് പോകാനുള്ള അവകാശമുണ്ടാകും. അങ്ങനെ ഫലത്തിൽ വെസ്റ്റ് ബാങ്കിൻ്റെ നല്ലൊരു ഭാഗം ഇസ്രായേലിൻ്റെ കോളനിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലീഗലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇസ്രായേലിനകത്ത് ലീഗാലിറ്റി കൊണ്ടുവരികയാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഫലത്തിൽ എന്താണ്, വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറയുന്ന അമേരിക്ക പോലും എതിർക്കുന്ന, പ്രത്യക്ഷത്തിൽ അമേരിക്ക പോലും എതിർക്കുന്ന ഒരു കാര്യമാണ്. വെസ്റ്റ് ബാങ്കിനെ തൊട്ട് കളിക്കാൻ പാടില്ല, വെസ്റ്റ് ബാങ്ക് പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലായിരിക്കണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പൊസിഷൻ, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പൊസിഷൻ അതാണ്. പക്ഷേ അതിനൊന്നും വില വെക്കാതെ നിയമപരമായി ഞങ്ങൾക്ക് അവിടെ ഭൂമി എടുക്കാൻ പറ്റും എന്നൊരു തീർപ്പിലാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്ക് നിയമപരമായി തന്നെ അവരെന്താണ് പ്രാബല്യം കൊടുക്കുകയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള വളരെ സാങ്കേതികമായുള്ള പ്രതിഷേധങ്ങൾ യുഎൻ്റെ ഭാഗത്തുനിന്ന് മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നോക്കൂ, ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് ലോക സമൂഹം അതൊന്ന് മനസ്സിലാക്കണം, അമേരിക്ക അടക്കമുള്ള ലോക സമൂഹം അംഗീകരിച്ചുറപ്പിച്ചൊരു ഫോർമുലയുണ്ട്. അതെന്താണ്? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ്. 2 സ്റ്റേറ്റ്, 2 രാജ്യങ്ങൾ ഇൻ 1967 ബോർഡേഴ്സ്, 67 അതിർത്തി വെച്ചിട്ടുള്ള 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. ഇതിന് പരിഹാരമുള്ളൂ. അമേരിക്കയുടെ അടക്കം ഒഫീഷ്യൽ പൊസിഷനാണ്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇസ്രായേൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഗസ വേണമെങ്കിൽ ഒഴിവാക്കാൻ അവർ സന്നദ്ധരാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ അവർ അതിന് പോലും സന്നദ്ധമല്ല. അതിന് കാരണം വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് അവർ ഈ പറയുന്ന റിലീജിയസ് സയനിസ്റ്റുകൾക്കിടയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ പ്രദേശത്ത് അവർ കാണുന്നത്. അവർ വെസ്റ്റ് ബാങ്ക് എന്ന വാക്കുപോലും ഉപയോഗിക്കാറില്ല. ജുഡായി സമേറിയ എന്നാണ് അവർ പറയുക. ജുഡായും സമേറിയ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് പോകുകയല്ലാതെ ഫലസ്തീൻ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല എന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പറയുമ്പം അതിന് നേർ വിപരീത ദിശയിൽ നടക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഈ ഇസ്രായേലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, കടന്ന കൈയാണ്, അതിക്രമമാണ് എന്ന ചിന്ത അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗസ ജിനോസൈഡിന് ശേഷം. ആ ഒരു അഭിപ്രായം അമേരിക്കൻ പബ്ലിക്കിലുള്ള ആ അഭിപ്രായത്തെ ശക്തിപ്പെടുത്താൻ ഒരുപക്ഷെ ഇത് ഉപകരിച്ചേക്കും. ഇനി അതിലേക്ക് അപ്പുറം കടന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് വെസ്റ്റ് ബാങ്കിൽ നിന്ന് വലിയ തോതിലുള്ള ആംഡ് പ്രൊട്ടസ്റ്റ് ഇസ്രായേലിനെതിരെ ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന്, അവിടുത്തെ എക്കണോമി എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജോലിക്ക് പോകുന്നുണ്ട്. എന്ന് മാത്രമല്ല എല്ലാ കുടുംബത്തിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടാവും. അത് അവിടുത്തെ ഒരു രീതിയാണ്. വെറുതെ ഒരു പണിയൊന്നും ഉണ്ടാവില്ല, വലിയ തോതിൽ സ്റ്റേറ്റ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ PA, പലസ്തീൻ അതോറിറ്റി. പലസ്തീൻ അതോറിറ്റിക്കാണ് അവിടുത്തെ സെക്യൂരിറ്റി കോർഡിനേഷൻ്റെ ചുമതല. ആ ജനങ്ങൾ ഇസ്രായേലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാതിരിക്കേണ്ട, അത് ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണ്? പലസ്തീൻ പോലീസിനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വലിയ തോതിലുള്ള സർവിലൻസ് ഉണ്ട് എന്ന് മാത്രമല്ല ജനങ്ങളെ പണം കൊടുത്ത് പ്രതിഷേധത്തെ വിലക്കെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗസയുടെ രീതിയിലേക്ക് ഒരു പബ്ലിക് ഔട്ട്ബേസ്റ്റ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗസ പോലെ തന്നെ മറ്റൊരു ഇടമായി ഒരു പക്ഷേ വെസ്റ്റ് ബാങ്ക്, ഗസയേക്കാൾ പോപ്പുലേഷൻ ഉള്ളതാണ് വെസ്റ്റ് ബാങ്ക്, 36 ലക്ഷമാണ് അവിടുത്തെ പോപ്പുലേഷൻ.
ഗസയേക്കാൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, സ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ ഇനിയുള്ള കാലത്ത് വെസ്റ്റ് ബാങ്കിൽ സംഭവിച്ചേക്കാം. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അപകടകരമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെസ്റ്റ് ബാങ്ക് കൂടുതൽ ഗസയേക്കാൾ ഇസ്രായേലി നഗരങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടെയാണ്. ഇസ്രായേൽ കൂടുതൽ അരക്ഷിതമായ നാളുകളെ ഇസ്രായേൽ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.